50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഒരു 3000-4000 EMI മാക്സിമം ലോണും ചെയ്യാം. ഫുള്ള് ലോണും ചെയ്യാം. ഓഫർ റേറ്റിന് 6,40,000 രൂപയ്ക്ക് ഇപ്പൊ നമുക്ക് തരാം. 6,40,000 രൂപയ്ക്ക് സൺറൂഫ് ഉള്ള ടർബോ XX വരുന്ന ഡുവൽ ടൂൺ കമ്പനി വരുന്ന വാഹനങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യും. മൈലേജ് 26 കിലോമീറ്റർ മൈലേജും കിട്ടുന്ന വാഹനമാണ്. മൈലേജ് വാഹനങ്ങളുടെ നല്ലൊരു ചാകര 7 സീറ്റേഴ്സുകളൊക്കെ താണോ ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്. അപ്പൊ ഇന്നോവ ക്രിസ്റ്റ ഒക്കെ നോക്കുന്നവർക്കൊക്കെ ഒത്തിരി വാഹനങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെ സ്പെഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങള് ഹോണ്ട സിറ്റി സൺറൂഫ് ഉള്ള ഡീസൽ ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. A to Z ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം നിങ്ങൾക്ക് വെറും 5.5 ലക്ഷം രൂപ തരാം. ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. അപ്പൊ അതേപോലെ അത്യാവശ്യം നല്ല ബഡ്ജറ്റ് വാഹനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടില് ഹോണ്ടന്റെ അത്യാവശ്യം നല്ല വാഹനങ്ങൾ നമ്മൾ പരിചയപ്പെട്ടാണ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു എല്ലാവരും ജനപ്രിയ വാഹനമായ സ്വിഫ്റ്റ് എന്നാണ് തുടങ്ങാം അല്ലെ. ഡോൾട്ടൂൺ ആണ്, അത് പൊളി റെഡ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 മോഡല്. ഈ ഒരു വാഹനം VXI ആണ്. AC പവർ സ്റ്റാരിങ്, 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, കമ്പനി സ്റ്റീരിയോ, പ്രൊജക്ടർ, ഹെഡ്ലാമ്പ്, DRL കാര്യങ്ങളൊക്കെ കമ്പനി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. VXI വേരിയന്റിൽ വരുന്ന ഈ ഒരു ഷിഫ്റ്റ് നമുക്ക് 4,85,000 രൂപ കൊടുക്കാം. 4,85,000 4,85,000 രൂപ. പിന്നെ എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇറങ്ങുന്ന വണ്ടി ഈ ഒരു വണ്ടി കിട്ടൂല. കാരണം ഇപ്പൊ ഇറങ്ങുന്നത് 3 സിലിണ്ടർ ആണ്. അപ്പൊ 4 സിലിണ്ടറിൽ നല്ല കിടിലം ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഒരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 50 രൂപ വണ്ടി ഇറക്കാം. അത്രയും നമുക്ക് പ്രൊജക്ടർ ലാംപ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള കിടില വണ്ടിയാണ് അല്ലെ. അടുത്തതാണ് ഒരു പിന്നെ നല്ല ഫീച്ചേഴ്സ് ഉള്ള ഒരു വാഹനം. അതൊരു ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പൊ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് വാഷിംഗ് ചെയ്തിട്ടില്ല അല്ലെ. 2019 7 മാസം വരുന്ന വാഹനമാണ്. പാലക്കാട് രജിസ്ട്രേഷൻ ആണ്. A to Z കമ്പനി സർവീസ്. വേറെ മേജറോ ചെറിയതോ ഒന്നും ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിലില്ല. കമ്പനി ടച്ച് സ്ക്രീൻ, ക്രൂസ് കൺട്രോൾ കാര്യങ്ങള്. ഇത് ടർബോ വരുന്ന 1 ലിറ്ററിലെ ടർബോ വരുന്ന വാഹനമാണ്. 4 പുത്തൻ ടയർ ഉണ്ട്, പുത്തൻ ബാറ്ററി ഉണ്ട്, പുതിയ ഇൻഷുറൻസ് B2B ഉണ്ട്. ഇന്ന് ഈ വാഹനത്തിന്റെ മാർക്കറ്റ് റേറ്റ് 8 ലക്ഷം രൂപന്റെ മുകളിലാണ്. 8 ലക്ഷത്തിന്റെ മുകളിൽ മാർക്കറ്റിലുള്ള വെന്യൂ ആണ്. 57,000 കിലോമീറ്റർ ആണ്. 55,000 വരെ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ പോയിട്ടുണ്ട്. 4 പുത്തൻ ടയറും സർവീസ് ബുക്കും സെക്കൻഡ് ഗിയറും ഒക്കെ ഉള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഓഫർ റേറ്റിന് ഇന്ന് ഓഫർ റേറ്റിന് 6,40,000 രൂപയ്ക്ക് ഇപ്പൊ നമുക്ക് തരാം. 6,40,000 രൂപയ്ക്ക് സൺറൂഫ് ഉള്ള ടർബോ XX വരുന്ന ഡുവൽ ടൂൺ കമ്പനി വരുന്ന വാഹനങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്തു. വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 മോഡല്. 18 ലാസ്റ്റ് VXI സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഉണ്ട്. യോക്കോമോ മിച്ചിലിന്റെ ടയർ ഉണ്ട്. അല്ല ഡയമണ്ട് കട്ട് അലോയ് ചെയ്തിട്ടുണ്ട്. കമ്പനി അലോയ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് B2B ഇൻഷുറൻസിൽ ഷോറൂമിൽ തന്നെ 2-3 വട്ടം കമ്പനിയിൽ നിന്ന് ചെറിയ ക്ലെയിമുകൾ കമ്പനിയിൽ നിന്ന് നടത്തിയിട്ടുണ്ട്. ഫുള്ള് കമ്പനിയിൽ നിന്നാണ് ഹിസ്റ്ററികൾ മൊത്തം ഉണ്ട്. ഇതിന്റെ PDF ഹിസ്റ്ററി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കസ്റ്റമർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. 2 എയർ ബാഗ്, ABS, അലോയ് വീല്, ബാക്ക് വൈപ്പർ, ബാക്ക് സെൻസർ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് 4,90,000 രൂപ കൊടുക്കാം. 4,90,000 കൊടുക്കാം. മാക്സിമം ലോണും ചെയ്യാം. ഫുള്ള് ലോണും ചെയ്യാം. 18 VXI സിംഗിൾ ഓണർ 4,90,000 ഫുള്ള് വാഹനം കൊടുക്കാം. അടുത്തൊരു ബഡ്ജറ്റ് റേഞ്ച് ടാറ്റ ഇൻഡിക വിസ്റ്റ ആണ്. ഇത് 90,000 രൂപ കൊടുക്കാം. 2000 ക്വാർട്ടർ ജെറ്റ് എഞ്ചിന് പുതിയ പേപ്പർ എടുത്ത വണ്ടി. 5 വർഷത്തേക്ക് പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു അൾട്ടോ ഒക്കെ പ്രൈസ് നോക്കുമ്പോ ഡീസലിൽ 18-20 മൈലേജ് കിട്ടും ചെയ്യും. അത് നമുക്കൊരു ഓഫർ പ്രൈസിനാണ് കൊണ്ടുപോകാം. 90,000 രൂപ കൊടുക്കാം. വെറും 90,000 രൂപയ്ക്ക്. നമുക്കൊരു ലിനിയ അത് ലിനിയ ക്ലാസിക് എന്ന വേരിയന്റ് വരുന്ന വാഹനം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ കമ്പനിയാണ് ഇവർക്കൊക്കെ എഞ്ചിൻ കൊടുക്കണമെന്നുള്ളതാണ്. മൾട്ടിജെറ്റ് എഞ്ചിൻ വരുന്നതാണ്. ഇതിലൊക്കെ വരുന്ന എഞ്ചിനാണ്. ഇത് ഒരു പ്രത്യേകത വെച്ചാല് 15 മോഡല് 16 റേസർ 1,60 ഫൈനൽ ആയിട്ട് കൊടുക്കാം. 1,60 ഫൈനൽ കൊടുക്കാം. മൈലേജ് ആണെങ്കിൽ സ്വിഫ്റ്റിനൊക്കെ കിട്ടുന്ന മൈലേജും ഒരു കസ്റ്റമർ വിൽക്കാൻ വേണ്ടി കൊടുന്നു വെച്ചാണ്. കസ്റ്റമർക്ക് അങ്ങനെ ആ രീതിയിൽ തന്നെ കൊടുക്കാം. കസ്റ്റമർ ഓഫർ റേറ്റ് പറഞ്ഞേക്കുന്ന വാഹനമാണ്. ഓഫർ റേറ്റിൽ കൊടുക്കാം. 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ എഞ്ചിനാണ് വാഹനം. ഈ 15-16 ഡിസൈറിനൊക്കെ മിനിമം നമ്മൾ 3 ലക്ഷത്തിന്റെ മുകളിൽ 3.5 ലക്ഷം രൂപന്റെ മുകളിൽ കൊടുക്കണം. അതിലാണ് സ്പേസും ഉണ്ട്, ഫീച്ചേഴ്സും ഉണ്ട്. സെയിം എഞ്ചിനാണ്. ഇവരാണ് അവർക്ക് എഞ്ചിൻ കൊടുക്കുന്നത്. അതെ. മൾട്ടിജെറ്റ് എഞ്ചിന് അവരെ പ്രൊഡക്റ്റ് ആണ്. അടുത്തതാണ് നമുക്കൊരു എത്തിയോസ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? നമുക്ക് 3,40,000 രൂപ കൊടുക്കാം. 13
12 മോഡല് വണ്ടി. അത് ഡീസലാണ്. നമുക്ക് ഡീസലിന് തന്നെ 20 കിലോമീറ്റർ മൈലേജും കിട്ടും. അതുപോലെ തന്നെ മെയിൻ്റെനൻസ് വളരെ കുറവുള്ള വാഹനമാണ്. ഇത് നമ്പർ ആയിട്ടുള്ള വാഹനം കേട്ടോ. 3rd ഓണർഷിപ്പ് ആണ് ഇപ്പൊ നിലവിലുള്ളത്. മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. ഡീസലിൽ ഈ ഒരു വാഹനം നമുക്ക് 20 കിലോമീറ്റർ മൈലേജും കിട്ടും. 20 കിലോമീറ്റർ മൈലേജും കിട്ടില്ല. 340 നമുക്ക് ഫൈനലായിട്ട് കൊടുക്കും. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാം? 2.5-2.25 വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റില്ല. അടുത്തതാണ് നമുക്കൊരു സാധാരണ ഫാമിലിക്ക് ഒരു ബൈക്കിന്റെ EMI കൊണ്ടാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഒരു 3000-4000 EMI. എങ്ങനെയായിരുന്നു മോഡല്? 2017 ഓട്ടോമാറ്റിക് ഡീസൽ പെട്രോള് റെനോയുടെ കിഡ് ഓട്ടോമാറ്റിക്കലി 1 ലിറ്റർ എഞ്ചിന് 50,000 കിലോമീറ്റർ, 4 പുത്തൻ ടയർ, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വരുന്ന RXL വരുന്ന വാഹനമാണ്. നമുക്ക് 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപക്ക് അതെ, ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. അടുത്തൊരു ന്യൂ മോഡൽ വാഗ്നർ. ഇത് മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ? ഇത് നമുക്ക് ഡീസൽ പെട്രോൾ മാനുവൽ അല്ലേ? മൈലേജ് എത്രയും കിട്ടും ഇതിന്? മൈലേജ് നമുക്ക് അത്യാവശ്യം ഒരു 1.2 ലിറ്റർ എഞ്ചിനാണ്. 1.2 ലിറ്റർ ആകുമ്പോൾ നമുക്ക് സ്വിഫ്റ്റിനൊക്കെ വരുന്ന സെയിം എഞ്ചിൻ 18-19 കിലോമീറ്റർ മൈലേജും കിട്ടും. ഓക്കെ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 4.25 രൂപ കൊടുക്കാം. എത്ര രൂപ വണ്ടി ഇറക്കാം? ഒരു 50 രൂപന്റെ ഉള്ളിൽ ഒരു 10-20,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൺഫേം ആയിട്ട് വണ്ടി ഇറക്കാം. അടുത്ത നമ്മളൊരു കിഡ്ലം വാഗ്നർ, അന്നത്തെ ഏറ്റവും ഫുൾ ഓട് ഇല്ല. എങ്ങനെയായിരുന്നു? പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. 2030 വരെ ഫുൾ പേപ്പറിലാണ്. പുതിയ ഇൻഷുറൻസ് ഉണ്ട്. 1.90 വണ്ടി കൊടുക്കാം. 1.90 AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, കമ്പനി വരുന്ന വാഹനമാണ്. നമുക്ക് 1.90 5 വർഷത്തെ പേപ്പറും ഉണ്ട്. 1.5 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 1 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്യാം. അടുത്ത ഒരു കിഡ്ലം സെഡാൻ ആണ് സിയാസ്. നമുക്ക് അത്യാവശ്യം നല്ല കളർ ഓപ്ഷൻസ് ഉണ്ട്. വൈറ്റ് ഫിനിഷിംഗിൽ വരുന്ന എക്സിക്യൂട്ടീവ് വൈറ്റ്. അതായത് വൈറ്റിൽ തന്നെ 14 ZDI വരുന്നതാണ്. നല്ല മൈലേജ് ഉണ്ടാവില്ല. 20-22 മൈലേജ് കിട്ടും. നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ZXi ആണ് ഈ ZDI വരുന്ന വാഹനമാണ്. ഡീസൽ ZDI വരുന്ന വാഹനം. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിട്ടുള്ളത് 1.25 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉണ്ട്. 4,70,000 രൂപ കൊടുക്കാം. 470 സെമി പ്രീമിയം വെഹിക്കിൾ എന്ന് പറയാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. അടുത്ത ഞാനൊരു നേരെ ബ്ലാക്ക് കേട്ടോ. ഇതും ZXi പ്ലസ്, ഇത് ZDI പ്ലസ്, ഇത് ZXi പ്ലസ്. നല്ല ട്രിപ്പിൾ ഓൺ, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നത്. കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ? നമുക്ക് 1.40 ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. നമുക്ക് വന്നിട്ടുള്ള റേറ്റ് 14 മോഡല്. 14 മോഡല് ഈ വരുന്ന വാഹനം 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപക്ക് ഫുൾ ഓപ്ഷൻ വാഹനമാണ്. ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന വാഹനമാണ്. ഇതുവരെയുള്ള സർവീസ് മൊത്തം ഷോറൂമിൽ നിന്നാണ്. അത്ര നമുക്ക് പക്കായിട്ട് പറയാൻ പറ്റും. ഷോറൂം ഹിസ്റ്ററി മാത്രം പോയിട്ടുള്ള വാഹനമാണ്. KL 11 AX 111 നമ്പർ. 4.25 4.5 ലക്ഷം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്യാൻ പറ്റില്ല. ഒരു 50 രൂപ മുടക്കില്ല വണ്ടി ഇറങ്ങും. അടുത്തൊരു കേട്ടൻ അല്ലേ, ഓൾട്ടോന്റെ കേട്ടൻ ആണ്. 1.40 11 VXi കേട്ടൻ കൊടുക്കാം. 1.40. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. വേറെ അപാകതകൾ എന്ന് പറയാൻ ഒന്നുമില്ല. റീപ്ലേസ് ഗ്ലാസോ ഡോറോ ബോണ്ടോ ഡിക്കി ഒന്നും റീപ്ലേസ് ഇല്ല. അതും നമുക്ക് 3rd ഓണർഷിപ്പിലാണ്. 1.9 1,10,000 താഴെ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. VXi വരുന്ന വാഹനം 1.40 കൊടുക്കാം. 1.40 അത്യാവശ്യം നല്ല റേറ്റ് ആണ്. അടുത്ത തവണ നമുക്ക് 3 നമുക്ക് ഡിസൈറുകൾ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഒരു അടിപൊളി കളർ അല്ലെ, ബ്ലൂയിഷിൽ വരുന്ന ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ്. 2017 ലാസ്റ്റ് മോഡൽ. റിയറിൽ നമുക്ക് AC വെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. മൈലേജും ഉണ്ടാവൂല. മൈലേജ് 26 കിലോമീറ്റർ മൈലേജും കിട്ടുന്ന വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇപ്പൊ നമ്മള് ഈ ഒരു വാഹനം നമുക്ക് 5,70,000 രൂപ കൊടുക്കാം. 5.70. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഫുൾ ലോൺ ചെയ്യാം. അത് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ്, ഒരു ഗ്രേ ഫിനിഷിംഗില്. എങ്ങനെയായിരുന്നു ഇത്? ഫുൾ ഓപ്ഷൻ ZXi. ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന, ABS ഒക്കെ വരുന്ന, AC വെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 5,40,000 രൂപ. 5.40 ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 6 ലക്ഷം വരെ IDV ഉള്ള ഇൻഷുറൻസ് വണ്ടിയിലുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നല്ല ട്രാക്കിന് ക്യാഷ് ബാക്ക് തന്നെ ഇറക്കാൻ പറ്റുന്ന വണ്ടി. ഇനി ഓട്ടോമാറ്റിക് കിട്ടോ. ഓട്ടോമാറ്റിക് 6,40,000 രൂപ കൊടുക്കാം.
640 ബെസ്റ്റ് പ്രൈസ് ആണ്. 2017 ലാസ്റ്റ് സിംഗിൾ ഓണർ, A to Z കമ്പനി ഹിസ്റ്ററി, ബട്ടൺ സ്റ്റാർട്ട്, ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടിയാണ്. പ്ലസ് ആകുമ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, DRL, റണ്ണിംഗ് ലൈറ്റ് ഒക്കെ വരുന്ന വാഹനം. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് പ്രൈസ് ആണ് അല്ലേ? അതെ. ഓക്കെ, നമുക്കൊരു സണ്ണി വലിയൊരു വാഹനമാണെങ്കിലും ചെറിയൊരു പ്രൈസിന് കൊണ്ടുപോകാന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. അങ്ങനെയായിരുന്നു മോഡൽ. ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, 2014 മോഡൽ, 15 രജിസ്റ്റർ, ഫുള്ളി ലോൺ ചെയ്യാൻ. ഡീസൽ ആയതുകൊണ്ട് 24 വരെ മൈലേജും കിട്ടൂല. അതെ. ഓക്കെ, നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. നല്ല സ്പേഷ്യസ് ആണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. റിയറിൽ AC വെന്റി കാര്യങ്ങൾ നല്ല ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല മൈലേജും കിട്ടുന്ന ഒരു വാഹനം. XV പ്രീമിയം ആവുമ്പോൾ എല്ലാം ടോപ്പ് വേരിയന്റ് ആണ്. അപ്പം അത് എക്സ്ട്രാ ടച്ച് സ്ക്രീനും റിവേഴ്സ് ക്യാമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 3,10,000 രൂപ. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്തു. ഓക്കെ, സിബിലും കാര്യങ്ങളും വേണം. സിബിൽ ഉണ്ടെങ്കിലാണ് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു 10-20 രൂപ കൊടുത്താൽ വണ്ടി ഇറക്കാൻ പറ്റും. അടുത്തൊരു കിടലം പൂണ്ടോ വരുന്നുണ്ട്. ഫിയറ്റിന്റെ പൂണ്ടോ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2011 രജിസ്റ്റർ, 10 മോഡല്. വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ഇതിൽ വരിക. ഇമോഷൻ ബാക്ക് ആകുമ്പോൾ ബാക്കിൽ റിവേഴ്സ്, റിയർ വൈപ്പർ, അതുപോലെ തന്നെ അലോവീല് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ്. നമുക്ക് 95 രൂപക്ക് നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം കസ്റ്റമർക്ക്. പുതിയ ഇൻഷുറൻസ് അത് നമുക്ക് ഡീസലില് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന സ്വിഫ്റ്റിന്റെ എഞ്ചിൻ വരുന്ന ഈ ഒരു വാഹനമാണ്. വെറും 95,000 രൂപ കൊടുക്കാം. ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് വീണ്ടും ഒരു സിയാസ് ആണ്. ഇതൊരു കോഫി, ഒന്നുകൂടി നമുക്ക് കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഹൈബ്രിഡ് ടൈപ്പ് വരുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടത് രണ്ടും സാധാ നോർമൽ ടൈപ്പ് ആണെങ്കിൽ ഇത് ഹൈബ്രിഡ് ആണ്. ഡീസൽ ഹൈബ്രിഡ് ആണ്. മൈലേജ് നമുക്ക് വ്യത്യാസം ഉണ്ടാവും. ഒരു 10-26 മൈലേജ് കിട്ടും. 16 മോഡല് ഫുൾ 5,75,000 രൂപ കൊടുക്കാം. 5,75. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 1:30, 1:20 സംതിങ് ഓടി. നല്ല മൈലേജ്. ഷോറൂം ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. എയർ ബാഗ്, ABS, അതുപോലെ തന്നെ മിറർ ഫോൾഡിങ്, ഇലക്ട്രിക്കല്, ബാക്കിൽ AC കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വാഹനം. VDI ഹൈബ്രിഡ് വരുന്നത്. അടുത്ത വീണ്ടും ഒരു വാഗ്നർ ആണ്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ഇത് നമുക്ക് കോഫി ബ്രൗൺ ആണ്. 16 VXI നമുക്ക് 65,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന VXI ആവുമ്പോൾ നിങ്ങൾക്ക് 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ഫോഗ് ലാമ്പ്. അന്ന് വാഗ്നറിന്റെ ഫുൾ ഓപ്ഷൻ ഈ ഒരു വാഹനമായിരുന്നു. ഓക്കെ, അത് മാനുവലില്ല. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്ക് 3,45 ഫൈനൽ കൊടുക്കാം. 3,45 ഫൈനൽ. 16 VXI സെക്കൻഡ് ഓണർ, 65,000 കിലോമീറ്റർ, കോഫി കളർ വാഹനം, 3,45 ഫൈനൽ റേറ്റ് ആണ്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. അടുത്താണ് ഒരു കിഡ്ലം പ്രൈസിന് ഒരു ഫോർച്യൂണർ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? നമുക്ക് 2010 മോഡല്, 2030 വരെ പുതിയ പേപ്പർ, പുത്തൻ ഇൻഷുറൻസ്, മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ആയിട്ടുള്ള വാഹനമാണ്. ടയർ 4 പുത്തൻ ടയർ ഉണ്ട്. 4 വീൽ ഓട്ടോമാറ്റിക്. 4 4 വീൽ ഓട്ടോമാറ്റിക് വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് 7,40,000 രൂപ കൊടുക്കാം. 40. ശ്രീരാമിലൊക്കെ ആണെങ്കിൽ 5 to 6 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അടുത്തൊരു ഡീസൽ റിഡ്സ് ആണ്. പൊതുവെ നല്ല മൈലേജും ഡെയിലി യൂസിനൊക്കെ ഒരു വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2013 സിംഗിൾ ഓണർ, 1,20,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. വേറെ റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ട് ടയർ ഒരു 90% ഉണ്ട്, ബാക്ക് ടയർ ഒരു 40% ഉണ്ട്. ഫുൾ ഓപ്ഷൻ VDI. അന്നത്തെ ഫുൾ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ZDI ആണ്. VDI ആണ് മിഡിൽ ഓപ്ഷൻ. ഈ വാഹനം നമുക്ക് 2,80,000 രൂപ. 13 റിഡ്സ് സിംഗിൾ ഓണർ, ഡീസൽ, 1:20 ഓടി, റീപ്ലേസ് ഇല്ലാത്ത വണ്ടി, 2,85 നമുക്ക് ഏകദേശം ഒരു 50 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. 50 രൂപ വണ്ടി ഇറക്കും. അടുത്തതാണ് ഒരു കിഡ്ലം ബൊലേറോ ആണ്. 7 സീറ്റർ ആണ്. അതിന് ന്യൂ ഫേസ് ആണ്. പവർ പ്ലസ് എഞ്ചിൻ അല്ലായിരുന്നു? പവർ പ്ലസ് എഞ്ചിനില് അത് B6 എന്നുള്ള ഓപ്ഷൻ വരുന്നതാണ്. BS6 ആണ് എഞ്ചിൻ വരുന്നത്. B6 എന്നുള്ള ഓപ്ഷൻ ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ്. അതായത് നമുക്ക് പഴയ ബലേറോയിൽ കൂടി ഒന്നുകൂടി ഒരു കാർ കൊണ്ട് നടക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്ന ആർട്ട് ബ്ലൂ വരുന്ന ടൈപ്പ് എഞ്ചിനാണ്. ആർട്ട് ബ്ലൂ ടൈപ്പ് B6 എന്നുള്ളത് ഇതിന്റെ വേരിയന്റ് ആണ്. BS6 എന്നുള്ളത് എഞ്ചിൻ ടൈപ്പ് ആണ്. ഭാരത് സ്റ്റേജ് 6 അതില് B6 എന്നുള്ളതിന്റെ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. 20 മോഡൽ, 21 രജിസ്റ്റർ, ഫുൾ കമ്പനി ഹിസ്റ്ററി, PDF സർവീസ് നിങ്ങൾക്ക് തരാൻ പറ്റും. വേറെ അപാകതകൾ, ക്ലെയിം, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. റേറ്റ് വന്നിട്ടുള്ളത് 7,70,000 രൂപ. ലോൺ എത്ര? ലോൺ 8 ലക്ഷം രൂപന്റെ മുകളിൽ ലോൺ ചെയ്തു. അപ്പോൾ ക്യാഷ് ബാക്കിൽ 1 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ഇറക്കാൻ പറ്റുന്ന 7 സീറ്റർ ആണ്.
അപ്പോൾ നമ്മൾ ആർമി മോട്ടോഴ്സിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ട് താൽക്കാലികം നിർത്തുകയാണ്. അടുത്തൊരു ടയോട്ടനെ നല്ലൊരു കളക്ഷനായിട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ ലൊക്കേഷൻ മാർക്കുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. താഴെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. അസ്മീർ യാസൻ സമീർ സൈനിങ് ഓഫ്.